ബോയ്സ് ആരെങ്കിലും വന്ന് ഓവറായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അവരോട് കൂട്ടുകൂടാൻ പോകരുത്. കാരണം കെയർ ചെയ്യുന്നത് വേറെ ഇന്റൻഷനോട് വെരി റോങ്. അങ്ങനെ എല്ലാ ബോയ്സും അങ്ങനെയല്ല. കളി കിട്ടാൻ എന്തൊക്കെ ചെയ്യാറുണ്ട്. അതാണ് പച്ച മലയാളത്തിൽ. അതെ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 2 മാസം മുന്നേ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത്. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. ഓ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ആ പെൺകുട്ടിക്ക് 22 വയസ്സുണ്ടായിരുന്നുള്ളൂ. കാമുകൻ ഒരാളുണ്ടായിരുന്നു. വയനാടുള്ള ഒരു പയ്യനായിരുന്നു. അബോർഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. ഒരുപാട് വാർത്തയ്ക്ക് വന്നതാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനസ്സിലായോ? അവരും ഈ വാലന്റൈൻസ് ഡേക്ക് ജീവിതവും ഹൃദയവും ഒക്കെ കൈമാറിയ ആൾക്കാരായിരിക്കും. ഫേക്ക് സെക്ഷുവാലിറ്റി ഉണ്ട്, ഫേക്ക് കിസ് ഉണ്ട്, ഫേക്ക് ഹഗ് ഉണ്ട്, ഫേക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫേക്ക് ഗർഭം വരെ ഉണ്ട്. ഈ പല ഫേക്ക് ഇമോഷൻസ് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മളെ ചീറ്റ് ചെയ്യുന്നതിന്റെ തുടക്കം. നമ്മളെ ഒരാൾ ചതിക്കണം. അത് ഒരു ഫിനാൻഷ്യലി ആവാം, മെന്റലി ആവാം, എങ്ങനെ വേണമെങ്കിലും. ആ ഒരാളെ നമുക്ക് ചതിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, തുടക്ക സമയത്ത് ഇങ്ങനെയല്ല, പിന്നീട് ആ ആളുടെ മൂഡ് മാറി ചേഞ്ച് ആയി, നമ്മൾ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട് നമ്മളെങ്ങനെ ആൾക്ക് ചതിക്കാൻ തോന്നിയെന്ന് ഒരുപാട് സ്ഥലം കേട്ടിട്ടുണ്ട്. സൂയിസൈഡ് സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ നമ്മൾ സംഭവിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ജെനുവിനും ഒരു വ്യക്തി ഫേക്കും ആയിരുന്നു ആ റിലേഷൻഷിപ്പ്. അയ്യോ, അത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു മക്കളെ? ഇത് ഫേക്ക് അല്ല, ഇതാണ് റിയാലിറ്റി. മനസ്സിലായില്ലേ? മോള് മനസ്സിലാക്കിയതാണ്. ദാറ്റ് ഇസ് നോട്ട് ഫേക്ക്. അത് ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഫേക്ക് അല്ല, ദാറ്റ് ഇസ് ദ റിയാലിറ്റി. ഇദ്ദേഹം ഉദ്ദേശം എന്താണ് താൻ പറഞ്ഞത് മനസ്സിലായ വ്യത്യാസം മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് നോട്ട് ഫേക്ക്, ദാറ്റ് ഇസ് ദ റിയാലിറ്റി. താൻ പറഞ്ഞത് കറക്റ്റാണ്. ഈ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് തുടക്കത്തിൽ ഇങ്ങനെ ഒന്നും അല്ലാതുണ്ട്, പിന്നെ അങ്ങനെ ആയെന്നുള്ളതാണ്. എന്താ, നമ്മളൊരു ബിരിയാണി കടയിൽ ചെല്ലുന്നു, ഭയങ്കരമായ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് ചെല്ലുന്നു, ഭയങ്കര ഇതായിട്ട് ചെല്ലുന്നു, കൊള്ളാമെന്നുള്ള രീതി കഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങി. ഫസ്റ്റ് ഉള്ള വായിക്കത്തിനും കൊള്ളില്ല, നമുക്ക് വർക്കായില്ല. പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാരുണ്ട്, നമ്മൾ എന്തോ വലുതാണെന്ന് നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ തന്നെ ഇടയിൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. സോ വാട്ട് വി ഡു, വാവ്, ഇതാണ് ഇവിടുത്തെ ബിരിയാണി, ഇങ്ങനെയാണ് ബിരിയാണി, ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് വിശ്വസിപ്പിക്കും. ദാറ്റ് ഇസ് ഫേക്ക്. അപ്പോൾ എന്താ, ഈ ഫേക്ക് മെന്റാലിറ്റിയിലായിരിക്കും ബാക്കി 3 പേര് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ശരിക്കും ബിരിയാണി കൊള്ളത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഈ ഫേക്ക് ആയിട്ട് പറയുമ്പോൾ അവൻ ചിലപ്പോൾ ഇതായിരിക്കും ശരിക്കുള്ള ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നും. ദാറ്റ് ഈസ് വേർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും കല്യാണം കഴിച്ചിട്ട് ആ ഹണിമൂൺ തീരുന്നത് വരെ ഭയങ്കര സംഭവം. പിന്നെ വെൻ റിയാലിറ്റി, നമ്മൾ ഈ സ്വന്തം കളറൊക്കെ പുറത്ത് വന്ന് തുടങ്ങി, സ്വന്തം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് താൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു, പിന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പം പുള്ളി അവിടെ ഫേക്ക് എന്ന് മാറിയോ, റിയാലിറ്റിയിൽ എന്ന് ചാടിയോ, അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. അതായത് ഒരു റിലേഷൻ സമയത്ത് ചേട്ടാ, ഒരു റിലേഷൻ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ വാലന്റൈൻസ് ഡേ ആണ്, വ്യക്തമായി നമുക്ക് ഒരാളോട് ചോദിക്കാൻ പറ്റണം, എന്താണ് നിങ്ങളുടെ നീഡ്, എന്തിനാണ്, സെക്ഷുവാലിറ്റി ആണോ, താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ എന്താണ് നിനക്ക് വേണ്ടത്. അതെ, അത് അല്ലെങ്കിൽ പണമാണോ, അല്ലെങ്കിൽ ഗോൾഡ് ആണോ. പലപ്പോഴും ഇപ്പോൾ ഒരുപാട് കേസ് സംഭവിക്കുന്ന പ്രേമം നടിക്കുക, ഞാൻ വളരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ധരിപ്പിക്കുക, ശേഷം പെണ്ണിൻ്റെ ഗോൾഡ് വാങ്ങിക്കുക, പൈസ വാങ്ങിക്കുക, സെക്ഷലി ഉപയോഗിച്ചിട്ട് എനിക്ക് നീ പറ്റുന്നില്ലെന്ന് കളയുക. ഇത് ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നം. പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ കെയർ ആണോ, ഇത് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ വീക്ക്നെസ് ആണ് മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായും നമ്മളൊരാൾ ചതിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നിൽ നിൽക്കുന്നവൻ്റെ ക്വാളിറ്റിയാണ്, നമ്മുടെ പ്രശ്നമാണത്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മാറ്റം വരുത്താൻ നമുക്ക് ഇനി നാളെ വയ്ക്കുന്ന സാധനം കിട്ടൂല. ഞാൻ പറഞ്ഞതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ഫേക്ക് ഇമോഷൻസിന് നടുക്കായിട്ട്, ഒരുപാട് ഫേക്ക് ഇമോഷൻസ് ഫാമിലിയുടെ അകത്തുണ്ട്. ഇത് പുറത്തുള്ള കാര്യം മാത്രമൊന്നുമല്ല, റിലേഷൻഷിപ്പുകളിലുണ്ട്, കാമുകന്മാരുടെ ഇടയിലുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട്. ഇവിടെ നിന്ന് നമുക്കിതിനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. കാരണം ഈ കിട്ടുന്നവർക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ. പക്ഷേ ഒരു കാര്യം പറയല്ലേ, ഈ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഈ ലോകത്ത് തന്നെ എല്ലായിടത്തും ഫേക്ക് കാര്യങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളൂ. ആണല്ലോ, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഭക്തി. ഭക്തി ഓവർ ആവുന്നത് ഫേക്ക് ആണ്. ശരി, പിന്നെ അടുത്തൊരു മാർക്കറ്റാണ് സെക്സ് മാർക്കറ്റ്. ഫേക്ക് ആണ്, ഫേക്ക് ഓർഗാസം, ആ സമയത്ത് ഫേക്ക് ലവ്, ഈ സാധനങ്ങൾ. നേരത്തെ ചോദിച്ചതുപോലെ, ഇതാണ് എനിക്ക് തന്നിൽ നിന്നും ഭാവിയിൽ ഇതാണ് എനിക്ക് ആവശ്യം. താങ്കളുടെ ഒരു 10 പവൻ്റെ ഒരു മാലയുണ്ട്, എനിക്ക് എൻ്റെ ഭാവിയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചേടാ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ തരുമെന്ന് ചോദിച്ചാൽ, സുഹൃത്ത് നല്ലവരാണെങ്കിൽ തരുമായിരിക്കും. അതല്ല, പെൺകുട്ടിയോടാണ് ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരില്ല. അപ്പോൾ എന്ത് വിചാരിക്കും? കണ്ണിങ് ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ, കണ്ണിങ് ആയിട്ടുള്ള ഒരാൾ എന്ത് വിചാരിക്കും? ഇവളെ പറഞ്ഞ് മയക്കി അങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്കിത് മേടിക്കാം, അങ്ങനെ ചിന്തിക്കും. ദാറ്റ് ഈസ് ഫേക്ക്. അവിടെ അപ്പം മൊത്തത്തിൽ ഫേക്ക് ആണ്. ഇപ്പം ചിലപ്പോൾ ആ സമയത്ത് എന്താ, ഈ കൊച്ച് സെക്ഷുവാലിറ്റിയിലായിരിക്കും ആ സാധനത്തിൽ, അങ്ങനെ സാധനമുണ്ട്.
തലയണം. ദാറ്റ് ഈസ് ഓൾസോ ദേർ. ഒരാൾക്ക് ഒരു കാര്യം വേണം അത് തുറന്നു ചോദിക്കണം, അതാണ് എന്റെ ശരി. അങ്ങനെ ചെയ്യുന്നതാണ് അതിന്റെ ശരി. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ നമുക്കിപ്പോ ലോകത്തുള്ള എല്ലാവരോടും പോയി റോഡിലൂടെ പോകുന്ന എല്ലാവരോടും പോയി ചോദിക്കാന്നുള്ളതല്ല. നമുക്കിപ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. തീർച്ചയായും അതിനകത്ത് പറയേണ്ട കാര്യം പോലും ഇല്ല. റിയൽ കണക്ഷൻ ആണ് പറയേണ്ട പറയേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കുമ്പോൾ മനസ്സിലാക്കും. അതിനുവേണ്ടി ഒരു ഡേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാലന്റൈൻസ് ഡേ. അത് ഒരു കണക്കിന് നല്ലതാണ്. ആ ദിവസം ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത ആഴ്ച ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓയോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വാലന്റൈൻസ് ഡേക്ക് റെഡ് കൊണ്ട് കൊടുക്കുന്നവൻ ഫേക്ക് ആണെന്നാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി അവന് വേണ്ടത് വാലന്റൈൻസ് ഡേ അല്ല, അവന് വേണ്ടിയിരുന്നത് വാലന്റൈൻസ് ഡേയിൽ പറയണമായിരുന്നു. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഫേക്ക്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത് ഫേക്ക് ഇമോഷൻസ് ആണോ ഫേക്ക് അറ്റാച്ച്മെന്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ മാനസികമായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കും. ഇത് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഭീകര സാധനം നമുക്ക് ഡെവലപ്പ് ആവാൻ തുടങ്ങും. നമുക്ക് ആരും ട്രസ്റ്റ് ഇല്ലാതെയാവും, നമുക്ക് നമ്മളോട് ഇല്ലാതെയാവും, നമുക്ക് നമ്മുടെ ഒരു വാല്യൂ ഇല്ലാതെയാവും. അവസാനം ഇത് നമ്മളിലോട്ടാണ് തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് ഈ സൂയിസൈഡിങ്ങിലോട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കുന്നത്. നമുക്ക് എന്ന് നമ്മളെ വേണ്ടാതെ ആവുന്ന ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമുക്ക് ജനറലൈസ് ചെയ്യും എല്ലാം ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു 10 സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വെക്കുക. ആദ്യത്തെ 3 സുഹൃത്തുക്കൾ നമ്മളെ പറ്റിച്ചു എന്ന് വെക്കുക. ബാക്കിയുള്ള 7 പേര് ഭയങ്കര നല്ലവരായിരിക്കും. പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയായതുകൊണ്ട് എന്ത് കണ്ടാലും നമ്മൾ അപ്പോൾ അവിടെ ജെനുവിനിറ്റി ഇല്ല. അളിയാന്ന് പറഞ്ഞാൽ തോളി കൈയിടുമായിരിക്കും, കള്ളു കുടിക്കുമായിരിക്കും, കറങ്ങാൻ പോകുമായിരിക്കും, എല്ലാ പരിപാടിയിലേക്കും ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും. പക്ഷെ അവിടെ ജെനുവിനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവൻ എന്നെ ചിലപ്പോൾ പറ്റിക്കുമോ എന്നൊരു സാധനം മനസ്സിൽ കിടക്കും. അതായത് ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പറയുന്ന ദിവസം, ഈ പ്രണയം പറയുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റണം, പ്രണയം പറയുന്ന ആളാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് നീഡ്, എന്താണ്. അപ്പൊ അവൻ പറയാണ് എനിക്കൊരു സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, ഈ സപ്പോർട്ട് എന്ന് പറയുന്ന വേർഡ് പിന്നീട് അങ്ങോട്ട് സപ്പോർട്ട് അല്ലാതെ മറ്റെന്തിലോട്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കി വെച്ചേക്കാം. എന്തിനുള്ള എനിക്ക് വേണ്ടത് സെക്ഷുവാലിറ്റി ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത്. ഇന്നത്തെ പിള്ളേരെല്ലാം അല്ല, ഞാൻ പറയുന്ന ഈ നീഡുകൾ അതിനൊരു ഡേയുടെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഈ നീഡ് പിന്നീട് ചേഞ്ച് ആവും. മനസ്സിലായോ? അത് നമ്മൾ ഒരാളെ വളയ്ക്കാന്നൊക്കെ പറയില്ലേ, വളയ്ക്കുമ്പോൾ നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ഇത് വർക്കൗട്ട് ആവുന്നത്. കണ്ണിങ്ങായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ക്രോക്കർ മെന്റാലിറ്റി ഉള്ള ആളെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല. സ്മാർട്ട് ആസ് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് ഒരാൾ ഫേക്ക് ആകാൻ വരുമ്പോൾ നമ്മൾ തിരിച്ചും ഫേക്ക് ആവുക, അതല്ല നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. കാരണം ഇതിനകത്ത് ഒരു ചെറിയൊരു ചൊല്ലുണ്ടല്ലോ, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. വാഗ്ദാനങ്ങൾ തരുന്നതിനെ സൂക്ഷിക്കുക. പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ കുറവുകളെയും വെച്ചിട്ടായിരിക്കും ഇവർ നമുക്ക് വാഗ്ദാനങ്ങൾ തരുന്നത്. ഫ്യൂച്ചർ നമുക്ക് തരും ഇവര്. മനസ്സിലായോ? നമ്മുടെ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വളരാത്തതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് മറ്റൊരാളുടെ സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷെ അത് നമ്മളെ പലപ്പോഴും പല റിലേഷൻഷിപ്പിലും ഫ്യൂച്ചർ പറയൂര്, നീ എൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കെയർ എന്നൊക്കെ പറഞ്ഞ സാധനം ഈ വാഗ്ദാനങ്ങളിൽ വീണ് പോകുമ്പോഴാണ് പലപ്പോഴും ഈ ഭീകരമായ ഇഷ്യൂല് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഈ പറയുന്ന വാഗ്ദാനം കൊടുക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂ. അത് ഫേക്കാണ്. നെവർ പ്രോമിസ്. പലപ്പോഴും നമ്മുടെ കുറവുകളും നമ്മുടെ ഇല്ലായ്മകളെയും വെച്ചിട്ടാണ് മറ്റുള്ളവർ നമ്മൾ ചൂഷണം ചെയ്യുന്നത്. അത് അവൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേക്ക് അല്ലാത്തതുകൊണ്ട് പുള്ളി നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി. നമ്മളെ മെന്ററിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ജെന്യൂനായിട്ട് ആളുകൾ ഒരുപാടുണ്ട്. പെട്ടെന്ന് കടന്നു വരുന്ന ഒരാളോട് പോയിട്ട് നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ മിസ്റ്റേക്കുകളും വിളമ്പാതിരിക്കുക. ഇതൊരു ആയുധമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓക്കെയാണ് നമ്മൾ വിശ്വസിക്കുക. അപ്പൊ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചേട്ടാ, ഞാൻ കെയർ വാങ്ങുന്നുണ്ട്, ഞാൻ സ്നേഹം വാങ്ങുന്നുണ്ട്, ഞാൻ അറ്റാച്ച്മെന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് സംതിങ് എന്ത് ഇഷ്യൂ ഉണ്ടെന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇനി ആവശ്യമുള്ള സമയമുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു പക്ഷേ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവപ്പെടുന്ന സമയമുണ്ട്. ആ സമയത്താണ് നമുക്കിത് വേണ്ടത്. ഇത് എപ്പോഴും വേണമെന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. പണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടല്ലോ, ബോയ്സ് ആരെങ്കിലും വന്ന് ഓവറായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അവരോട് കൂട്ടുകൂടാൻ പോകരുത്. കാരണം കെയർ ചെയ്യുന്നത് വേറെ ഇന്റൻഷൻ. വെരി റോങ്. അങ്ങനെ എല്ലാ ബോയ്സും അങ്ങനെയല്ല. അല്ല, എല്ലാ ആ കെയറിംഗ് അല്ല. ഇപ്പൊ നാശേട്ടൻ ഇപ്പൊ ഒരു ചായ മേടിച്ചെന്നു, മേടിച്ചെന്നു, ആ കെയറിംഗ് അല്ല. ആ കെയറിംഗ് അല്ല. അതല്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ മോളെ, ചോറ് കഴിച്ചോ, ചോറിന് ഉപ്പുണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ വിളിച്ചു വെക്കുന്ന പണ്ടത്തെ ആൾക്കാരുണ്ട്. അവസാനം വരുന്നത് എന്തായിട്ടിരിക്കുന്നത്, ഏത് കളറിലെ ഡ്രസ്സ് ആയിട്ട്, അതങ്ങനെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ കെയറിംഗ് ആക്ട് ചെയ്യുന്നവരെ ഫേക്ക്നെസ്. അതാണ് നീ പറഞ്ഞ ചോദിക്കും, ഒറ്റയ്ക്ക് താമസിക്കുന്ന പിള്ളേരൊക്കെ മുളകെല്ലാം കഴിച്ചോ, അത്യാവശ്യം നമുക്ക് മനസ്സിലാവൂല. അവര് ചോദിക്കും, നിർത്തിയിട്ട് പോകും. അവര് ചോദിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല. ഇത് കഴിഞ്ഞു. അതും അഗൈൻ ഒരു നേരത്തെ പറഞ്ഞ ഐസ് ബ്രേക്കിംഗ് സെഷനാണ്. ബിരിയാണി ചൂടോടെ കിട്ടുമോ അതോ കുറച്ച് ദിവസം ശേഷമേ കിട്ടുമോ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
അതാണ് അതിൻ്റെ ഒരു ബേസിക്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ബേസിക്കലി ഫേക്ക് പീപ്പിൾ ഡു ലിവ്. ഫേക്ക് പീപ്പിൾ ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫേക്ക് പീപ്പിൾ തരുന്ന പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ഞാനും താനും ഇദ്ദേഹം ഉൾപ്പെടെ നമ്മളെല്ലാവരും പല സാഹചര്യങ്ങളും ഫേക്കായി പോകാറുണ്ട്, ജസ്റ്റ് ടു ബി ഇൻ ദ സൊസൈറ്റി. അതാരെയും ഹാം ചെയ്യണമെന്നോ ഒന്നും വേണ്ടിയില്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മോശമാകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫേക്ക് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ ക്രൈം. പക്ഷേ സം വൺ മെന്റലി ഫിസിക്കലി ദാറ്റ് ഇസ് എ ക്രൈം. പറഞ്ഞ് ഈ പ്രോമിസ് ബ്രേക്ക് ചെയ്യുക, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടുകൂടുക, പരിപാടി കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവുക, ദാറ്റ് ഇസ് ബാഡ്.